കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂർ ഉണ്ണിക്കണ്ണൻ്റെ വിഷുക്കണി ദർശനം ഈ വർഷം ഏപ്രിൽ 15 തീയതിയാണ് നടക്കുന്നത്. ഏപ്രിൽ 15 തീയതി രാവിലെ 2:45 മുതൽ 3:45 വരെയാണ് ഭക്തജനങ്ങൾക്ക് വിഷുക്കണി ദർശനം ഉണ്ടാകുന്നത്. ശ്രീ ഗുരുവായൂരപ്പൻ്റെ വിഷുക്കണി ദർശനത്തിന് മേൽശാന്തി നമ്പൂതിരി 2 മണിയോടുകൂടി രുദ്രതീർത്ഥക്കുളത്തിൽ മുങ്ങിക്കുളിച്ച് ദേഹശുദ്ധ്യാദികൾ വരുത്തി ശ്രീകോവിലിനകത്തേക്ക് കയറുകയും ശ്രീകോവിൽ നട അടയ്ക്കുകയും ചെയ്യുന്നു. ഗുരുവായൂരപ്പൻ്റെ വിഷുക്കണി ഒരുക്കലാണ് പിന്നെയാണ്. അതിനെ പറ്റിയിട്ട് പറയാം. ഒരു ഓട്ടുരുളി തേച്ചു മിനുക്കി നല്ലപോലെ വൃത്തിയാക്കിയ ഓട്ടുരുളി, അതിൽ ഉണങ്ങല്ലരി, ചക്ക, മാങ്ങ, വെള്ളരിക്ക, കണിക്കൊന്ന പൂവ്, സ്വർണം, വെള്ളി, താളിയോല ഗ്രന്ഥം, അലക്കിയ വസ്ത്രം, കണിക്കൊന്ന പൂവ് ധാരാളം ഉണ്ടാവണം എന്നിവയാണ് അതിൽ വയ്ക്കുന്നത്. പിന്നെ ഒരു നാളികേരം ഉടച്ച് പകുതാക്കി അതിൽ ഉണക്കല്ലരി നിറച്ച് കിഴികെട്ടി നെയ്യിൽ മുക്കി കത്തിക്കുന്നു. ഇത് വിഷുക്കണിയായി ഗുരുവായൂരപ്പനെ കാണിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ശ്രീ ഗുരുവായൂരപ്പനെ വിഷുക്കണി കാണിച്ചതിന് ശേഷം തലേ ദിവസം മുഖമണ്ഡപത്തിൽ സ്വർണ്ണസിംഹാസനം, നെറ്റിപ്പട്ടം, വെൺകൊറ്റക്കുട, ആലവട്ടം, ചാമരം എന്നിവയെല്ലാം ഒരുക്കി സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ടാവും. ശ്രീ ഗുരുവായൂരപ്പനെ വിഷുക്കണി കാണിച്ചതിന് ശേഷം ഭഗവാന്റെ തങ്കത്തിടമ്പ് എടുത്തുകൊണ്ടുവന്ന് ഈ മുഖമണ്ഡപത്തിൽ വയ്ക്കുകയും അവിടെയും കണി കാണിക്കുകയും ചെയ്യുന്നു. ശ്രീ ഗുരുവായൂരപ്പനെ കണി കാണിച്ചതിന് ശേഷം ശ്രീകോവിൽ നട തുറന്ന് മേൽശാന്തി നമ്പൂതിരി പുറത്തേക്ക് പോവുകയും ഭക്തജനങ്ങൾക്ക് ദർശനത്തിനുള്ള സംവിധാനം ഒരുങ്ങുകയും ചെയ്യുന്നു. ശ്രീ ഗുരുവായൂരപ്പനെ ദർശനം നടത്തി കഴിഞ്ഞാൽ ഭക്തജനങ്ങൾ ഇടതുവശത്ത് ആ മുഖമണ്ഡപത്തിൽ ഈ വിഗ്രഹം വെച്ച് കണി ഒരുക്കി വെച്ചിട്ടുണ്ടാകും. അവിടെയും ഭഗവാനെ ദർശിക്കേണ്ടതാണ്. വിഷുക്കണി ദർശനം എന്ന് പറഞ്ഞാൽ അവിടെയാണ്. പിന്നെ ഗുരുവായൂരപ്പൻ്റെ നമസ്കാര മണ്ഡപത്തിൽ വിഷുക്കണി ഒരുക്കി വെച്ചിട്ടുണ്ടാവും. അവിടെയും നിങ്ങൾക്ക് ദർശനം നടത്താവുന്നതാണ്. അങ്ങനെ 1 മണിക്കൂറോളം ഭക്തജനങ്ങൾക്ക് തൊഴാനുള്ള ഒരു സംവിധാനമാണ് ഗുരുവായൂർ ദേവസ്വം ഇക്കൊല്ലം ഒരുക്കിയത്. ഇന്നേ ദിവസം രാവിലെ 7 മണിക്ക് ഭഗവാന്റെ ശിവേലി ആരംഭിക്കുകയും മേളപ്രദക്ഷിണത്തോടു കൂടിയിട്ടുള്ള വാദ്യം നടക്കുകയും അത് സുമാർ 9:30 മണി വരെ ഉണ്ടാവും. അതിനുശേഷം പാലഭിഷേകം, പന്തീരടി പൂജ. ഇന്നേ ദിവസം ശ്രീ ഗുരുവായൂരപ്പന് വിശേഷാൽ നമസ്കാര സദ്യ ഉണ്ട്. നമസ്കാരത്തിന് ശ്രീ ഗുരുവായൂരപ്പന് വിശേഷപ്പെട്ട കറികളെല്ലാം അകത്ത് നിവേദിക്കുന്നു. അതിനു പുറമെ ഭക്തജനങ്ങൾക്ക് അഗ്രശാലയിൽ അതിഗംഭീരമായ ഊട്ടാണ് നടത്തുന്നത്. പാൽപ്പായസത്തോട് കൂടിയിട്ടുള്ള സദ്യയാണ് നടത്തുന്നത്. അതിന് ഒരു ഏകദേശം 9:30 മണി കഴിഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 3 മണി 3:30 മണി വരെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതിലും ഗുരുവായൂരപ്പനെ വിഷുക്കണി ദർശനം നടത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അന്നത്തെ ദിവസം വിഷു സദ്യ കഴിക്കുവാനുള്ള ഒരുക്കം കൂടി ദേവസ്വം നടത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഉച്ചശിവേലി, അതും ഈ പറഞ്ഞ മാതിരി ഗംഭീര മേളപ്രദർശനത്തോടു കൂടിയിട്ടുള്ള എഴുന്നള്ളിപ്പുണ്ടാവും. ദീപാരാധന, രാത്രി എഴുന്നള്ളിപ്പും അതിഗംഭീരമായിട്ടുണ്ടാകും. ഇന്നേ ദിവസം ഗുരുവായൂർ എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായ തിരക്കാണ് ഉണ്ടാവുക. ഈ തിരക്കിൽ ഭക്തജനങ്ങൾ വന്നു കഴിഞ്ഞ് ഉദ്യോഗസ്ഥന്മാരുമായി സഹകരിച്ചു കൊണ്ട് വേണം വിഷുക്കണി ദർശനം നടത്തുവാനും ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നേടുവാനും. അപ്പോൾ എല്ലാവർക്കും ശ്രീ ഗുരുവായൂരപ്പൻ്റെ വിഷുദിന ആശംസകൾ നേരുന്നു. എല്ലാവരും ശ്രീ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് വരിക, വിഷുക്കണി നാട് കാണുക, ഭഗവാന്റെ അനുഗ്രഹം നേടുക, വിഷു സദ്യ കഴിക്കുക, സന്തോഷത്തോടു കൂടി ഗുരുവായൂരിൽ നിന്നും സ്വഗൃഹത്തിലേക്ക് മടങ്ങുക. എല്ലാവർക്കും വിഷുദിന ആശംസകൾ നേരുന്നു. ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഹരേ ഗുരുവായൂരപ്പ ശരണം.